ഇതാണ് ഗൈസ് ട്രാം, റോഡിൽ കൂടെ പോകുന്ന ട്രെയിൻ. നമ്മൾ കുറേ മുമ്പ് മഴ കണ്ടു, മഞ്ഞ് കണ്ടു, ഇപ്പൊ വെയിലും കണ്ടു. അപ്പൊ ഞങ്ങൾ വണ്ടർലെസ് വ്ലോഗ്സ് എല്ലാവരും വണ്ടിയിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഞങ്ങൾ ലണ്ടനിൽ നിന്ന് പോകുന്നത് ഷെഫീൽഡിലേക്കാണ്. ഇതാണ് ഞങ്ങളുടെ ടീം. ഞങ്ങളുടെ ഈ യാത്ര ഷെഫീൽഡിലേക്കാണ്. അതായത് ഞങ്ങൾ ലണ്ടൻ ടു ഷെഫീൽഡ് നൈറ്റ് ഒരു 3.5 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് അവിടെ ഷെയറുവിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. ഷെയറു അവിടെയാണ് ഉള്ളത്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഡയറക്റ്റ് സ്കോട്ട്ലൻഡാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്നലെ നൈറ്റ് ഞങ്ങൾ സ്റ്റേ ചെയ്തത് ഇവിടെയാണ്. ഇത് ഷെയറുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീടാണ്. കുറേ വർഷമായിട്ട് കാണണമെന്ന് പറഞ്ഞിട്ട് അവൾ 2 ദിവസം മുമ്പ് ഇവിടെ വന്നതാണ്. എന്നിട്ട് ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് ഡയറക്റ്റ് എഡിൻബ്രോയിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മളെ ടീം ഇപ്പോൾ വണ്ടിയായിട്ട് വരും. ഇതാണ് പ്രൊപ്പറേറ്റർ മനോഹരൻ. അങ്ങനെ വീണ്ടും കൂട്ടുകാരിയെ പിരിയുന്ന സങ്കടത്തിൽ ഷെയറു കുഞ്ഞിനോടും രശ്മിനോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഇനി ഞങ്ങൾ പോകുന്നത് എഡിൻബ്രോയിലേക്കാണ്. അപ്പോൾ ഇനിയാണ് നമ്മളുടെ കാഴ്ചകളുള്ളത്. എഡിൻബ്രോയിലേക്കാണ്. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ. ഞങ്ങൾ ഇന്നലെ രാത്രി ഷെഫീൽഡിലെത്തിയാണ് ലണ്ടനിൽ നിന്ന്. അപ്പോൾ ഇനി എഡിൻബ്രോയിൽ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളെല്ലാം ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. ഈ സ്കോട്ട്ലാൻഡ് യാത്ര പോകുന്നവർ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അവരുടെ വണ്ടിയുടെ ഫ്യൂവലാണ്. എപ്പോഴും ഇനഫ് ഫ്യൂവൽ ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ പോകുന്ന വഴിയിൽ ചിലപ്പോൾ പെട്രോൾ പമ്പ് ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ കുറേ ഗ്യാപ്പുകൾക്ക് ശേഷമായിരിക്കും. അതുകൊണ്ട് നമ്മൾ അടുത്ത പമ്പിൽ നിന്ന് അടിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊരു സിസ്റ്റം ഇവിടെ നമ്മൾ ഫോളോ ചെയ്താൽ നമ്മൾ പെട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഡീസൽ അടിക്കുകയാണ്. ഒരുത്തൻ നിന്ന് പുകയ്ക്കുന്നുണ്ട് പുറകിൽ. ഹലോ ഗൈസ്, സ്നോ കാണുന്നുണ്ടോ? സ്നോ എത്തി. നമ്മൾ സ്നോയിലേക്ക് കടക്കാൻ പോവുകയാണ്. നമ്മൾ ഡ്രൈവർ ചേഞ്ച് ചെയ്തിരിക്കുന്നു. പുതിയ ഡ്രൈവർ ജോയിൻ ചെയ്തിരിക്കുന്നു. വ്ളോഗർ ഡ്രൈവർ ആയിരിക്കുന്നു. ഞങ്ങളിങ്ങനെ ചളിയൊക്കെ അടിച്ച് ഞങ്ങളുടെ കൂടെയുള്ള യാത്രക്കാരെ ബോറടിപ്പിക്കാതെ ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഡ്രൈവറിനെ നോക്കിയിരിക്കുകയാണ് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ റോഡിൻ്റെ സൈഡിലെ മഞ്ഞുകളൊക്കെ കണ്ടു തുടങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഞങ്ങൾ എനർജി ഫുൾ ഓണായി. പിന്നെ അങ്ങ് പൊളി വൈബായിരുന്നു. ഹലോ ഗായ്സ്, ഞങ്ങൾ സ്കോട്ട്ലാൻഡിലേക്ക് പോകുന്ന വഴിയിലാണ്. തണുപ്പ് കാരണം ഞങ്ങൾക്ക് ഒരു ചായ കുടിക്കണമെന്ന് തോന്നി. പക്ഷെ അവിടെ കടകളൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാല് ഞങ്ങൾ ചായ ഇടുവാണ്. സ്വന്തമായി ചായ ഇടുകയാണ്. സ്കോട്ട്ലാൻഡ് എത്താനായിട്ടുണ്ട്. ഇനിയൊരു എഡിൻബ്രോയിലേക്ക് ഇനിയൊരു 50 മൈൽ കഷ്ടിയുള്ളൂ. ഞങ്ങളിവിടെ വണ്ടി ഇവിടെ ഒതുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയാണ്. ഇതാണ് ഞങ്ങളുടെ ഞുഞ്ഞുകുട്ടി. കുട്ടികളെല്ലാം വളരെ എക്സൈറ്റഡ് ആണ്. പക്ഷെ വലിയ തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല. മോനെ, ഇതാണ് ഗൈസ് ഉപ്പുപാടമല്ല ഗൈസ്, ഇത് മഞ്ഞുപാടമാണ്. മഞ്ഞുപാടം. അങ്ങനെ കുറച്ച് നേരം ആ മഞ്ഞിലൊക്കെ നിന്ന് കളിച്ച് കുട്ടികളൊക്കെ കളിച്ചു. ഞങ്ങളും കുറേ നേരം എൻജോയ് ചെയ്തു. ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ച് ഞങ്ങളൊന്ന് റീഫ്രഷ് ആയിട്ട് വീണ്ടും യാത്ര തുടർന്നു. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് സ്കോട്ട്ലൻഡിലേക്ക് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് സത്യം പറഞ്ഞാൽ എല്ലാവരും. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ലണ്ടനിൽ നിന്ന് ഇങ്ങനെ ഒരു ട്രിപ്പ് പോകുന്നത്. വെൽക്കം ടു സ്കോട്ട്ലാൻഡ്. ഈ വെൽക്കം ടു സ്കോട്ട്ലൻഡ് എന്ന ബോർഡ് കാണുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സന്തോഷം വരും ഗൈസ്. അതാണ് ഈ കാണുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പക്ഷേ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. One, two, three.
നമ്മുടെ ടീം ഫുള്ള് വൈബായിരുന്നു ഗൈസ്. മഴയും മഞ്ഞും ഒന്നും ഞങ്ങളെ ഒരു ലെവലേശം ഏഷ്യതേ ഇല്ല. പിന്നെ ഞങ്ങൾ കുറേ ഇങ്ങോട്ട് വന്നപ്പോൾ തേണ്ട നല്ല അടിപൊളി വെയിലായി. അതായത് മഞ്ഞും കണ്ടു, മഴ കണ്ടു, ഇപ്പോൾ വെയിലിലേക്ക് കയറിയിട്ടുണ്ട്. ഭയങ്കര അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു ഗൈസ്. അപ്പോൾ ഞങ്ങൾ ആ സ്ഥലമൊക്കെ കാണാനുണ്ടല്ലോ, ഭയങ്കര ബ്യൂട്ടിയാണ്. അത് കണ്ണിന് ഭയങ്കര സുഖമാണ് ഇത് കാണുമ്പോൾ. ഇതാണ് കടലാണത്. അങ്ങനെ മഞ്ഞും മഴയും വെയിലും കടലും നല്ല പച്ച പരവതാനി വിരിച്ച വയൽപ്പാടങ്ങളൊക്കെ കണ്ട് ഞങ്ങളുടെ യാത്ര ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. എല്ലാവരും ആ എഡിംബ്ര, അതായത് ഞങ്ങളുടെ സ്കോട്ട്ലാൻഡിലെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ എഡിംബ്ര എത്തുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അപ്പം ഏകദേശം എത്താറായിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ. യാത്രയൊക്കെ ഭയങ്കര സുഖമായിരുന്നു ഗൈസ്. കാരണം ഈ റോഡ് വലിയ തിരക്കൊന്നുമില്ല, പിന്നെ നല്ല റോഡാണ്. അപ്പോൾ നമുക്ക് ഡ്രൈവ് ചെയ്യാനൊക്കെ ഭയങ്കര സുഖമാണ്. അങ്ങനെ ഞങ്ങൾ നമ്മളുടെ സിറ്റിയിലേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പം ഇവിടെ നമുക്ക് കാണുന്നത് ട്രാമാണ്. അതായത് നമ്മൾ പണ്ട് റോഡിൽ കൂടെ പോകുന്ന ട്രെയിൻ എന്നൊക്കെ പറയില്ല, നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളത്. അത് ശരിക്കും വെസ്റ്റേൺ കൺട്രീസിലൊക്കെ മുഴുവനുണ്ട്. അപ്പോൾ ഇത് നല്ല അടിപൊളി ഒരു കാഴ്ചയാണ്. അപ്പോൾ റോഡ്, കാറും ട്രെയിനൊക്കെ ഒരുമിച്ച് പോകുന്നത്. ഇനി നമ്മൾ പോകുന്നത് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള റൂമിലേക്കാണ്. അതായത് നമ്മളൊരു അപ്പാർട്ട്മെൻറ്റാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇത്രയും പേരുണ്ട്, 8 പേരുണ്ട്. അപ്പോൾ 8 പേർക്ക് പറ്റിയൊരു അപ്പാർട്ട്മെൻറ്റ് നല്ലത് വേണം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദൂരോട്ടാണെന്ന് തോന്നുന്നു. ഒരു 15 മിനിറ്റ് ഉണ്ട് എഡിംബ്രയിൽ നിന്ന് ഡ്രൈവ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്താണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. trip.com വഴിയാണ് ബുക്ക് ചെയ്തത്. റൂം നോക്കിയിട്ട് നല്ലതാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ കീ ബ്ലൂ ഹാർബർ കഫേ എന്ന് പറയുന്ന ഒരു കഫേയുടെ ഫ്രണ്ടിലൊരു ജസ്റ്റ് ഒരു ബോക്സ് കൗണ്ടറിൽ വെച്ചിട്ടുണ്ടെന്നാണ് അവർ നമുക്ക് മെയിൽ ചെയ്തിട്ടുള്ളത്. ഫുൾ ഇൻസ്ട്രക്ഷൻസ് അവർ മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഫ്രീ ആണ്, അതും ഇവിടെ തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മളുടെ കീ ബോക്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് നമുക്ക് അത് ഓപ്പൺ ചെയ്ത് കീ എടുക്കണം. അപ്പോൾ അതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. കീ എടുക്കേണ്ടത് ബോക്സ് നമ്പർ 18. ബോക്സ് നമ്പർ 18. ഓക്കെ, നമ്പർ പറഞ്ഞു. 18 ഇത്. കോഡ് 2587. ബ്ലൂ ഹാർബർ ബോക്സ് നമ്പർ 2587. നമ്മൾ തുറന്നിട്ടുണ്ട്. ഹായ്, ഇതിനകത്ത് നമുക്ക് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ചാവി വേണ്ട. അടിപൊളി അപ്പാർട്ട്മെൻറ്റ്. അങ്ങനെ നമുക്ക് കീ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി റൂമിലേക്ക് പോവാം. അപ്പോൾ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞങ്ങൾ ഇത്രയും ദൂരം വന്നിട്ടും ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ യാത്ര ചെയ്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. വേണ്ട, ഇവനാണ് സാധനം. ഒരു രക്ഷയില്ല. നല്ല പൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ പുറകെ ഇടുന്നുണ്ട്. ഞങ്ങളിവിടെ വന്ന് റൂമിലേക്ക് പോവാണ്. ഇത് 7 അല്ലേ? 7 ആണ്. നമുക്ക് കീ കാണിക്കേണ്ടതായിട്ടുണ്ട്. കേറിക്കോളൂ കേറി. ഞങ്ങള് ലിഫ്റ്റിൽ കയറി നിൽക്കുകയാണ് ഗൈസ്. ഞങ്ങള് ലിഫ്റ്റിൽ കയറി ഞങ്ങള് റൂമിലേക്ക് പോവാണ്. റൂം എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. എല്ലാ അവസ്ഥയാണ് മൊത്തവും നല്ല അടിപൊളി റൂമായിരിക്കും. ബിൽഡിംഗ് ഒക്കെ സൂപ്പറാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാം എടുത്തോളൂ. എല്ലാവരും ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങാണ് ഗൈസ്. എല്ലാവരും ഒരു പെട്ടി, 1-2 പെട്ടി. അങ്ങനെ എല്ലാവരും റൂമിലേക്ക് കയറി വരികയാണ്. ശരിക്കും റൂമിനകത്ത് കയറി കഴിയുമ്പോൾ ഞങ്ങൾ നന്നായിട്ട് ഞെട്ടി. അതായത് വളരെ കുറഞ്ഞ ചിലവിൽ ഞങ്ങൾക്ക് കിട്ടിയ അപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് നല്ല അടിപൊളി, നല്ല കടലിന്റെ വ്യൂ ഒക്കെ ഉള്ള. ഇങ്ങോട്ട് കടൽ കണ്ടപ്പോൾ പിന്നെ അവർക്ക് വേറെ ഒന്നും വേണ്ട. നല്ല അടിപൊളി അപ്പാർട്ട്മെന്റ് ആണ്. അതായത് 2 ബെഡ്റൂമിൽ നിന്നും നമ്മുടെ ലിവിങ് റൂമിൽ നിന്നും നമുക്കുള്ള വ്യൂ കടലിലേക്കാണ്. അപ്പോൾ നൈറ്റൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. സത്യം പറഞ്ഞാൽ വളരെ കുറഞ്ഞ പൈസയ്ക്ക് ഞങ്ങൾ 8 പേർക്ക് ഈ കിട്ടിയത് ഞങ്ങൾക്ക് ഒരു ലോട്ടറി ആയിട്ട് തന്നെയാണ് തോന്നിയത്. അപ്പോൾ എല്ലാവരും അത് എൻജോയ് ചെയ്ത് ഫുൾ എക്സ്പ്ലോർ ചെയ്യാണ് ഗൈസ്. ഞങ്ങൾ റൂമിനകത്ത് വന്നു. ശരിക്കും ഞങ്ങളെ ഞെട്ടി. അടിപൊളി അപ്പാർട്ട്മെന്റ് ആണ്. എന്നിട്ട് വ്യൂ നോക്കിയേ. കിച്ചൺ ആണെങ്കിലും നമുക്ക് അടിപൊളി ഫെസിലിറ്റി ഉള്ള കിച്ചണാണ്. ഞങ്ങൾ പരമാവധി അത് നോക്കിയിട്ടുണ്ട് റൂം ബുക്ക് ചെയ്യുന്ന സമയത്ത്. കാര്യം
നമുക്ക് ഭക്ഷണം പുറത്തുനിന്നുള്ള ഭക്ഷണം തീർത്തും ഒഴിവാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ട്രിപ്പിലെ പ്ലാൻ. ഒന്നാമത് ഭയങ്കര ചിലവാണ്, പിന്നെ യാത്രയിൽ കഴിവിൻ്റെ പരമാവധി കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് പുറത്തുനിന്ന് ഭക്ഷണം ഒഴിവാക്കിയാൽ നമുക്ക് ഹെൽത്ത് ഒന്ന് ശ്രദ്ധിക്കാം എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ യാത്ര മൊത്തം അലമ്പായി പോവില്ലേ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം ഞങ്ങൾക്ക് എല്ലാം കൊണ്ടും ഇഷ്ടപ്പെട്ടൊരു അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു ഇത്. ഇനി എല്ലാവരും ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ എഡിൻബ്രയിലേക്ക് ഇറങ്ങുകയാണ്. ഇനിയാണ് ശരിക്കും നമ്മുടെ കാഴ്ചകൾ. ഇത് ജസ്റ്റ് നമ്മൾ ഇവിടെ വരെ വന്ന യാത്രകൾ മാത്രമാണ് ഇതുവരെ കണ്ടത്. ലണ്ടനിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ തിരിച്ച് ലണ്ടനിൽ എത്തുന്നവരെയുള്ള 5 ദിവസത്തെ ഞങ്ങളുടെ യാത്രകൾ ഫുൾ പാർട്ട് ബൈ പാർട്ടായിട്ട് നമ്മളിതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തുടർന്നും കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വരും ദിവസങ്ങളിൽ എല്ലാ പാർട്ടുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എഡിൻബ്രയിലെ വീഡിയോ ആയിട്ട് നമുക്ക് പാർട്ട് 2 കാണാം. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത പാർട്ടുമായി കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.